നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും കാൽവരി മലമുകളിൽ. നമ്മളവിടെ കാണുന്നത് 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് തന്നെ അവിടെ 15-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു, അത് ദൈവരാജ്യത്തിന് നിവൃത്തിയാകുമ്പോൾ ഞാൻ ഇന്ന് കഴിക്കയില്ല എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇനി മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി. നോക്ക്, ആദ്യം അപ്പം കൊടുത്തതാ, ആദ്യം വീഞ്ഞും കൊടുത്തതാ. ആദ്യം അപ്പവും വീഞ്ഞും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. നോക്കുക, ആദ്യം പറഞ്ഞത് ഞാൻ കഷ്ടം അനുഭവിക്കും, അവർ ഭക്ഷണത്തിലിരുന്നു. 14-ാം വാക്യത്തിൽ സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാർ ഭക്ഷണത്തിലിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു, ഇത് ദൈവരാജ്യത്തിന് നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല. ഇനി അത് കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ കഴിച്ചു. എന്നിട്ട് പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. അപ്പോൾ ഒരു ഭക്ഷണം എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ, ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് അവിടെ പറയുന്നില്ല, ഇതെൻ്റെ രക്തമാണെന്ന് അവിടെ പറയുന്നില്ല. അത് പെസഹയാ, അത് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. നോക്ക്, പിന്നെ ഒരപ്പം എടുത്തു. ഇത് ഏതപ്പമാ? പെസഹ ആചരിക്കുന്ന സമയത്ത് യഹൂദന്മാരായ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള അനേക ആളുകൾ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് ഓഫ് ദ ബൈബിൾ ലാൻഡ്. ഒത്തിരി അവരുടെ കസ്റ്റംസ് എല്ലാം പഠിക്കുമ്പോഴത്തേക്ക് യേശുവിൻ്റെ കാലയളവിൽ മശിഹയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒത്തിരി വളർന്നിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. അന്ന് അവർ പെസഹ കഴിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായി ഭക്ഷണം ഇരിക്കുമ്പോൾ തന്നെ അവർ ഒരു അപ്പം എടുത്ത് മാറ്റിവെക്കും. എന്നിട്ട് പറയും, ഇത് മശിഹയുടെ അപ്പമാണ്, അടുത്ത വർഷം പെസഹയ്ക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മശിഹയോടുകൂടെ ആയിരിക്കും എന്ന് പറഞ്ഞ് മശിഹയ്ക്ക് വേണ്ടി അവർ ഒരു അപ്പം എന്ത് ചെയ്യും? മാറ്റിവെക്കാറുണ്ട്. പെസഹ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ യേശു ആ അപ്പം ഇങ്ങെടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇനി ഇത് മശിഹയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 1 കൊരിന്ത്യൻസിൽ ഇറ്റ് ഈസ് ബ്രോക്കൺ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമെന്ന് ഇംഗ്ലീഷിൽ അത് കൃത്യമായിട്ടുണ്ട്. ദിസ് ഈസ് മൈ ബോഡി ദാറ്റ് ഈസ് ബ്രോക്കൺ ഫോർ യു. ബ്രോക്കൺ ഫോർ യു. ആ അപ്പം ഏതപ്പമാണ്? മശിഹയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതായ അപ്പം. എന്താ കർത്താവ് പറയുന്നത്? ഇനി അടുത്ത വർഷത്തെ പെസഹ നിങ്ങൾക്ക് ആവശ്യമില്ല. എന്തുകൊണ്ടാ? മശിഹ വന്നു കഴിഞ്ഞു. മശിഹ വന്നു കഴിഞ്ഞു. നിങ്ങൾ എന്നെ ഭക്ഷിക്കുക, ഇതാ എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. നേരത്തെ പാനപാത്രം എടുത്തതാ, പക്ഷെ അന്നേരം ഇത് പുതിയ നിയമത്തിൻ്റെ രക്തമാണെന്ന് പറഞ്ഞില്ല. കാരണം അത് പഴയ ഉടമ്പടിയുടെ ചിഹ്നമായാണ് പെസഹ കഴിച്ചത്. കർത്താവ് പറയാ, പഴയ ഉടമ്പടി തീർന്നു, അതുകൊണ്ട് ഇനി നിങ്ങൾ പെസഹ കഴിക്കേണ്ട കാര്യമില്ല. ഇതാ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ഞാൻ തകർക്കപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ? എത്ര ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം ആകുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ കാണും. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും 1 കൊരിന്ത്യർ 11-ന്റെ 24, 25 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം കാണുന്നതാണ്. യേശുവിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ.
എന്താണ് ഓർക്കേണ്ടത്? 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഒന്ന്, അവന്റെ മരണത്തെ നമ്മൾ ഓർക്കണം. അവന്റെ മരണത്തെ ഓർക്കണം എന്നുള്ളത് ഞാൻ കുറെ കൂടി ഇതായിട്ട് പറയാം. എന്നാൽ മരണത്തെ മാത്രമല്ല, ഇത് മരണത്തെ പ്രസ്താവിക്കുന്നു, പക്ഷെ ഓർക്കേണ്ടത് യേശുവിനെയാണ്. ഞാൻ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പൂർണ്ണമായും യേശുവിനെ ഓർക്കണം. മരണം ഓർക്കണം, പക്ഷെ മരണം മാത്രമല്ല, ഞാൻ അവനെ ഓർക്കുകയാണ്. എനിക്ക് അവനൊരു യാഥാർത്ഥ്യമാണ്. അവന്റെ ആളത്വം ഞാൻ ഓർക്കണം. ഞാൻ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോഴെങ്കിലും നിർവിചാരികളായിട്ടിരിക്കരുത്. നിങ്ങൾ യേശുവിനെ ഒന്ന് ഓർത്തേ. അവൻ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന അവന്റെ ഇൻകാർണേഷൻ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. യേശുവിനെ ഒരു തിരുവത്താഴം കഴിയുമ്പോൾ എന്തുമാത്രം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നു. നമുക്ക് ഓരോരുത്തർക്കും യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ തിരുവത്താഴത്തിൽ മുഴുവൻ യേശുവിന്റെ ഓർമ്മയാണ് ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അവനെ ഓർക്കുക, അവന്റെ ഇൻകാർണേഷൻ, അവന്റെ ജീവിതം, അവന്റെ മരണം, അവന്റെ നുറുക്കപ്പെട്ട ശരീരം. അവിടെ നുറുക്കപ്പെട്ട ശരീരം എന്ന് പറയുമ്പോൾ, ഒന്ന്, ആർക്കു വേണ്ടി നുറുക്കപ്പെട്ട ശരീരം? പലപ്പോഴും നമുക്ക് ജനറലായിട്ട് കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്. യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു, അവൻ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയാൻ ഈസിയാണ്. അത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെയുള്ള ഒരു ആളെ പോലെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അവൻ എനിക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്യണം. തിരുവത്താഴത്തിൽ ജീസസ് ഹസ് ഡൈഡ് ഫോർ മീ, എനിക്ക് വേണ്ടി അവൻ മരിച്ചു എന്നുള്ള തിരിച്ചറിവ്. പലപ്പോഴും നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യേശുവിനോട് ഇത്രയും സ്നേഹം തോന്നത്തില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ D.L. മൂഡിയെ കുറിച്ച്, ഐ തിങ്ക് ഇറ്റ് ഈസ് അവൈലബിൾ. ഞാൻ D.L. മൂഡി, ജോർജ് മുള്ളർ, ജോണി എറിക്സൺ ഇവരുടെയൊക്കെ ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. D.L. മൂഡിയെ കുറിച്ച് എഴുതിയ പുസ്തകത്തിനകത്ത് D.L. മൂഡിയെ ഒരു ചർച്ച് ബോർഡ് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് കൊടുക്കാൻ. അപ്പോൾ ഈ ചർച്ചിലെ ബോർഡിലെ പ്രായമുള്ളവരൊക്കെ അല്ലേ, ഇവൻ കൊച്ചി ചെറുക്കനാ, അവിടെ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞതനുസരിച്ച് അങ്ങ് രക്ഷിക്കപ്പെട്ടതാണ്. അവനോട് ചോദിച്ചു, യേശു നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ ചോദ്യം എല്ലാം കേട്ടപ്പോൾ ഇവനങ്ങ് വരണ്ടു പോയി. അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു 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 എല്ലാവർക്കും വേണ്ടി മരിച്ചില്ലേ? എല്ലാവർക്കും വേണ്ടി മരിച്ച കാര്യമാണെന്നാണ് ചോദിച്ചത്. നിനക്ക് വേണ്ടി എന്തോ ചെയ്തത്? എല്ലാവർക്കും വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി കൂടെ മരിച്ചേ. അവരോട് ഞാൻ ഇമാം പറഞ്ഞു. അവർ കാണിച്ച് ഇച്ചിര അമാന്തമാണെങ്കിലും ശരിയല്ല. കൊച്ചു പിള്ളേരോടൊക്കെ അങ്ങനെ ഇടപെടുന്നത് ശരിയല്ല. എന്നാലും സത്യമല്ലയോ? ഞാൻ ചിലപ്പോൾ പറയും, ചിലപ്പോൾ ആളുകളുടെ ഇടപെടലുകളിൽ ഇച്ചിരി അപക്വതയൊക്കെ ഉണ്ടെങ്കിലും സത്യം പറയുന്നതിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. M. കൃഷ്ണൻ നായർ പണ്ട് തിരുവനന്തപുരത്തൂടെ നടന്നപ്പം ഒരു ഉപദേശി പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇയാൾ എന്താ പ്രസംഗിക്കുന്നത് അറിയാമെന്ന് വെച്ച് കേൾക്കാമല്ലോ എന്ന് വെച്ച് അടുത്തോട്ട് ചെന്നപ്പം ഉപദേശി ഇയാളൊക്കെ നേരെ കൈ ചൂണ്ടി പറയാ, എടാ പാപി. കൃഷ്ണൻ നായർ പറഞ്ഞത് ഞാനത് കേട്ടതും എൻ്റെ ജീവനം കൊണ്ട് ഓടിയെന്നാ. അങ്ങനെ വിളിച്ച് പറയുന്നതൊക്കെ ശരിയല്ല എന്ന് നമ്മൾ പറയും അല്ലേ? പിന്നെ ഞാൻ അന്നേരം ആലോചിച്ചു, വേറെ എന്താ പറയേണ്ടത്? പരിശുദ്ധനായ കൃഷ്ണൻ നായർ സാറേ എന്നാണ് വിളിക്കേണ്ടത്. എന്താ പറയണ്ടേ? സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? പിന്നെ സ്നേഹം, സത്യം, സ്നേഹത്തിൽ സംസാരിക്കണം. പക്ഷെ സത്യം സത്യമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാനിന്നലെ പാലക്കാട്ടെ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. God may hurt you with the truth, but he will never console you with a lie. കർത്താവ് ദൈവം ഒരിക്കൽ ഒരുപക്ഷെ ഒരു സത്യം കൊണ്ട് നിങ്ങളെ മുറിപ്പെടുത്തിയേക്കാം, പക്ഷെ ഒരു കള്ളം കൊണ്ട് നിങ്ങളെ ഒരിക്കലും ആശ്വസിപ്പിക്കത്തില്ലെന്ന്. നമ്മുടെയൊക്കെ പ്രസംഗകരുടെ പ്രശ്നം, ഇവർ സത്യം കൊണ്ട് ഒരിക്കലും മുറിപ്പെടുത്തത്തില്ല, കള്ളം കൊണ്ട് ആശ്വസിപ്പിക്കും. പക്ഷേ നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. സ്നേഹമുള്ളവനാണെങ്കിൽ എന്തു ചെയ്യും? അവൻ സത്യം കൊണ്ട് ചിലപ്പോൾ മുറിപ്പെടുത്തിയെന്നിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിനെ ഓർക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. ആർക്ക് വേണ്ടി? അവൻ എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി മാത്രമാണോ, ബാക്കിയുള്ളവർക്ക് വേണ്ടി അല്ലേ എന്ന് ചോദിച്ചേക്കാം. ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല, പക്ഷേ എനിക്ക് വേണ്ടിയാണ്. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. 100 ആടുണ്ടായിരുന്നതിൽ ഒരാട് തെറ്റിപ്പോയപ്പോൾ അവൻ ആ ഒരാടിനെ തിരക്കിപ്പോയി. ഒരാടെ തെറ്റിപ്പോയ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും
അവിടെ നിന്നില്ല. ഇതുപോലെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, 10,000 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 1,00,000 കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ആദാം തൊട്ടിങ്ങോട്ടുള്ള എല്ലാം കൂടെ കണക്കൂട്ടി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. എല്ലാവരും കൂടെ ആദാം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാം കൂടെ 1,00,000 കോടി ജനങ്ങൾ. പക്ഷെ എല്ലാവരും നല്ലവരായിട്ടങ്ങ് ജീവിച്ചു. 99,99,999 പേരും നല്ല മനുഷ്യരായിട്ട് ജീവിച്ചു. ഞാൻ മാത്രം പാപിയായിട്ട് ജീവിച്ചു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ പോട്ടെ, എനിക്ക് 99,99,900 കോടി ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് കർത്താവ് പറയത്തില്ല. അവൻ ഈ 99,999 ലക്ഷം കോടി ജനങ്ങളെയും ഇട്ടേച്ച് എന്നെ തിരക്കി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കത്തില്ല. ഞാൻ മാത്രം പാപിയായിരുന്നെങ്കിൽ എന്നെ തിരക്കി അവൻ വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ നുറുക്കപ്പെട്ട ശരീരം എല്ലാവർക്കും വേണ്ടി നുറുക്കപ്പെട്ട കൂട്ടത്തിൽ എനിക്ക് വേണ്ടി നുറുക്കിയതല്ല, അതെനിക്ക് വേണ്ടി. ഹി ഡൈഡ് ഫോർ മീ. അവൻ മരിച്ചപ്പോൾ ഒരു വലിയൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം അവിടെ നടക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നത് അറിയാമോ? നിനക്കുള്ളതൊക്കെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടെത്താ, എനിക്കുള്ളതൊക്കെ ഞാൻ നിനക്ക് തരാം. എനിക്കുള്ളത് എന്താ കൊണ്ട് കൊടുക്കുന്നത്? എൻ്റെ റബ്ബർ തോട്ടമൊന്നും അവന് വേണ്ട. ആകെ പാടെ വല്യപ്പന്മാരുണ്ടാക്കിയ കുറച്ച് റബ്ബർ തോട്ടമായിരുന്നു നമുക്കുണ്ടായിരുന്നു, അതുപോലെ അവന് വേണം. പിന്നെന്തോ വേണ്ടത്? എൻ്റെ ആരോഗ്യമോ എൻ്റെ സൗന്ദര്യം, അവനെന്തോ വേണ്ടത്? ഇതൊക്കെ വിലയില്ലാത്ത സാധനങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിയപ്പോൾ ആകെപ്പാടെ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കുറച്ച് പാപമുണ്ട്, പിന്നെ പാപത്തിൻ്റെ ശമ്പളമായ മരണം എനിക്ക് നോക്കിയിരിപ്പുണ്ട്. എനിക്ക് പാപവും മരണവും അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവേ, എനിക്ക് തരാൻ ആകെപ്പാടെ എൻ്റെ പാപവും എൻ്റെ മരണമേ ഉള്ളൂ. അടുത്ത പറഞ്ഞു, അത് മതി, അതിങ്ങോട്ടോ. എൻ്റെ പാപം അവൻ ഏറ്റെടുത്തു, എൻ്റെ മരണവും അവൻ ഏറ്റെടുത്തു. എന്ന് പറഞ്ഞു, ഇനി ഞാൻ നിനക്ക് തരാൻ പോവുകയാണ് എൻ്റെ നീതി, ഞാൻ നിനക്ക് തരാൻ പോവുകയാണ് എൻ്റെ ജീവൻ, ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. എൻ്റെ പാപം ഏറ്റെടുത്തേച്ച് അവൻ എനിക്ക് നീതി തന്നു, എൻ്റെ മരണം ഏറ്റെടുത്തേച്ച് അവൻ എനിക്ക് ജീവൻ തന്നു. പ്രിയമുള്ളവരെ, തിരുവത്താഴത്തിൻ്റെ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ മുമ്പിൽ വരുന്ന അപ്പം ഭക്ഷിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചേ, നമുക്ക് നിത്യതയെ നൽകുവാനായി അവൻ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന അവൻ്റെ ആ സ്നേഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത്, നമ്മുടെ മരണം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ തൂങ്ങി മരിക്കുന്ന അവൻ നമുക്ക് പകരം തന്നത് നീതിയും ജീവനുമാണ്. ആ യേശുവിനോട് എനിക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? അവൻ ആർക്കു വേണ്ടി നുറുക്കപ്പെട്ടു എന്ന് ഓർക്കുക. എന്തിനു വേണ്ടി നുറുക്കപ്പെട്ടു? എനിക്ക് നീതിയും എനിക്ക് ജീവനും തരാൻ വേണ്ടി അവൻ നുറുക്കപ്പെട്ടത്. അതിനുവേണ്ടി അവൻ മരിച്ചത്. എങ്ങനെ നുറുക്കപ്പെട്ടു? അവൻ്റെ പങ്കപ്പാടുകളുടെ ഓർമ്മ എനിക്ക് വേണം. അതിനാ ഞാൻ തിരുവത്താഴത്തിൽ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. When we take part from the cup and from the body, we need to remember the death of Jesus Christ, the life of Jesus Christ, the existence of Jesus Christ, the love of Jesus Christ, അവൻ്റെ സ്നേഹം, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഇതെല്ലാം ഓർക്കാനുള്ള ഒരു വേദിയാണ്, ഒരു അവസരമാണ് വാസ്തവത്തിൽ തിരുവത്താഴത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതേസമയം യേശുവിൻ്റെ ഈ മരണം എന്നിൽ എന്ത് പ്രവൃത്തി ചെയ്തു? എനിക്ക് അവിടെ നിന്ന് കർത്താവിന് നന്ദി കരയറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവൻ്റെ മരണം എന്നെ നീതീകരിച്ചു. അവൻ മരിച്ചതുകൊണ്ടാണ് അവൻ്റെ മരണത്താൽ, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം, ഇല്ലേ, അവൻ രക്തം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ നീതീകരണം നടക്കുമായിരുന്നോ? ഇല്ല. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അവൻ എന്നെ നീതീകരിച്ചു, അവൻ എന്നെ അംഗീകരിച്ചു. ഇതൊക്കെ വിശദമാക്കാൻ എനിക്ക് സമയമില്ല. അവൻ എന്നെ അംഗീകരിച്ചു. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് we have access into his presence, that the grace that which we stand, നമ്മൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ആക്സസ് തന്നു. അവൻ എൻ്റെ പാപത്തെ മോചിച്ചു, അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ എന്നെ പുത്രനാക്കി.
ധൂർത്തപുത്രനെ പോലെ ഒരു ജോലിക്കാരനെ എങ്കിലും ആകാനുള്ള മോഹത്തോടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട, നീ ജോലിക്കാരനായി നിൽക്കണ്ട, നീ എൻ്റെ മകനാ എന്ന് പറഞ്ഞ് അവൻ എന്നെ മകനാക്കി. അവൻ എന്നെ വിശുദ്ധീകരിച്ചു. എനിക്ക് ആവശ്യമായ വാഷ് നൽകി, എനിക്ക് പുതിയ വസ്ത്രം നൽകി, എൻ്റെ കാലിന് ചെരുപ്പിടിവിച്ചു, എന്നെ പുത്രത്വത്തിൻ്റെ തേജസ്സിലേക്ക് അവൻ നടത്തി. തിരുവത്താഴത്തിൻ്റെ സമയത്ത് എനിക്ക് ഇതെല്ലാം ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഇപ്പോൾ യേശുവിൻ്റെ സ്വർഗീയ അസ്തിത്വം ഞാൻ തിരുവത്താഴത്തിൽ ഇരിക്കുമ്പോൾ അവനെ ഓർക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അവൻ എവിടെയാണിപ്പോൾ? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി കാര്യസ്ഥനായി നിലകൊള്ളുന്ന യേശുവിനെ എനിക്ക് ഓർക്കാൻ കഴിയണം. അവനെൻ്റെ മണവാളനാണ്, അവനെൻ്റെ കാന്തനാണ്, അതെനിക്ക് ഓർക്കണം. അവൻ്റെ മടങ്ങി വരവിനെ ഞാൻ ഓർക്കണം. എല്ലാം എനിക്ക് ഓർക്കാൻ കഴിയും തിരുവത്താഴത്തിൻ്റെ നേരത്ത്. മറ്റു സമയത്ത് ഓർക്കരുതെന്നല്ല, പക്ഷേ കർത്താവ് ഈ സമയം നമുക്ക് യേശുവിനെ ഓർമ്മ, നമ്മൾ അവൻ്റെ കൂടെ അവനുമായിട്ടുള്ള സംസർഗം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് തിരുവത്താഴം. ലോർഡ് സപ്പർ, അതിനെക്കുറിച്ചുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് വിശദമായി പഠിച്ചില്ലെങ്കിലും ഏകദേശം നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചല്ലോ. 1 കൊരിന്ത്യർ അതിൻ്റെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് 17 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ശരിക്കും ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അത് നമ്മൾ ഒത്തിരി ഇതായിട്ട് പഠിക്കുന്നില്ല, എങ്കിലും അതിൻ്റെ വേദഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. കാൽവരി മലമുകളിൽ ക്രൂശിച്ചു നാഥനെയവർ. കാൽവരി മലമുകളിൽ ക്രൂശിച്ചു നാഥനെയവർ. താതൻ മാനവ രക്ഷയ്ക്കായി ക്രൂശിന്മേൽ യാഗമായി. താതൻ മാനവ രക്ഷയ്ക്കായി ക്രൂശിന്മേൽ യാഗമായി. നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും, നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും. കാൽവരി മലമുകളിൽ കാൽവരി മലമുകളിൽ കാണുന്നു നാഥ നിൻമുഖം. കാൽവരി മലമുകളിൽ കാണുന്നു നാഥ നിൻമുഖം. ഇരുവർ നടുവിൽ മരക്കുരിശിൽ സ്നേഹനാഥനെ കാണൂ നീ. ഇരുവർ നടുവിൽ മരക്കുരിശിൽ സ്നേഹനാഥനെ കാണൂ നീ. നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും. കാൽവരി മലമുകളിൽ